കോഴിക്കോട് മേയർ ശിവ സദാശിവം ടെലിഫോൺ ചെയ്യുന്നു. ശ്രീ സദാശിവൻ, ഇതിപ്പോ ഏതെങ്കിലും തരത്തിൽ തീ അടങ്ങുന്നതിന് ലക്ഷണമുണ്ടോ, സൂചനയുണ്ടോ? ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഫയർഫോഴ്സ് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. മേയർ, ഇതിപ്പോ 2-2.5 മണിക്കൂറായി ഒരേപോലെ ഒന്ന് കത്തുകയാണ്. 5-6 ഫയർ എഞ്ചിനുകൾ വെള്ളം തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും. അതെ അതെ, ആ ഗോഡൌണിന്റെ ഭാഗത്താണ് തീ പിടിച്ചിട്ടുള്ളത്, 1ാം നിലയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ട് അതാണ് ഇതിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അത് മൊത്തം തുണിയാണ്, തുണിയിൽ വല്ലാതെ തീ പടരും, അതായിരിക്കും അല്ലേ? അതെ 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 അതെ. പക്ഷെ ഫയർഫോഴ്സിന്റെ വലിയ തോതിലുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. തീ കെടുത്താനുള്ള ശ്രമം നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മേയർ, ഇതിൽ 6 ഫയർ എഞ്ചിൻ മതിയാവുന്ന സാഹചര്യം ഉണ്ടോ? കൂടുതൽ ഫയർ എഞ്ചിനുകൾ അങ്ങോട്ടേക്ക് വരേണ്ടതില്ലേ? ഫയർ എഞ്ചിൻ ഉണ്ട്, ഇപ്പം വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഫയർ എഞ്ചിന് തൊട്ട പുറകിൽ നിൽക്കുകയാണ്. അതിനൊരു തടസ്സം ഇവിടെ നേരിടുന്നതായിട്ട് മനസ്സിലാവുന്നില്ല. വരുന്നുണ്ട്. പിന്നെ ഈ എയർപോർട്ടിലെ ഫയർ എഞ്ചിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എയർപോർട്ട് ഫയർ വരുന്നത് കുറച്ചുകൂടി ഊർജിതമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുമോ? നടക്കും, തീർച്ചയായിട്ടും നടക്കും. മേയർ, ഇത് 2023 ഇതേ കടയിൽ ഇതേ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴല്ലെങ്കിൽ കൂടിയും കുറച്ചുകൂടി പരിശോധന ആവശ്യമാണെന്ന് തോന്നുന്നു. മേയർ, തീർച്ചയായിട്ടും എന്താണോ അതിന്റെ കാരണം എന്നുള്ളത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് പരിശോധിക്കുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു മേയർ. എന്തായാലും അതിപ്പോൾ നമുക്ക് ആ പരിശോധനയെ പറ്റി ചോദിക്കുന്നത് തന്നെ അത്ര ഭംഗിയുള്ള കാര്യമല്ല. കാര്യം ഈ കൊടുംതീക്കിടയിൽ എന്തുണ്ടായി എന്നറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ എന്ന് പൂർണ്ണമായി സ്ഥിരീകരിക്കണമെങ്കിൽ തീ അടങ്ങി അകത്ത് കയറിയുള്ള പരിശോധനയിലൊക്കെ മാത്രമേ ഷോർട്ട് സർക്യൂട്ട് എന്ന് നമുക്ക് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിലും കാരണം എന്താണെങ്കിലും ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി ഒരു നിഗമനം. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിലും കാരണം എന്താണെങ്കിലും ഈ തീ അസാധാരണമായ തീയാണ്. കോഴിക്കോടിനോ പാളയത്തിനോ ഈ തീ അസാധാരണമല്ല എന്ന് വേണം പറയാൻ. അവിടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പാളയത്തും ആ മേഖലയിലൊക്കെ ഇത്ര വലിയ മാരകമായ തീപിടുത്തങ്ങൾ നമ്മൾ നേരത്തെയും, ഒരുപാട് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്ന മാരകമായ തീപിടുത്തങ്ങൾ നമ്മൾ നേരത്തെയും കണ്ടതാണ്. അപ്പോഴൊക്കെ നമ്മൾ ഈ അഗ്നിരക്ഷാ സംവിധാനങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ അവിടെ ഉണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ട് എന്ന് മേയർ ശിവ സദാശിവൻ നമ്മളോട് പറഞ്ഞിരുന്നു അല്പസമയം മുമ്പ്. കൂടുതൽ ഭാഗത്തേക്ക് തീ ഇപ്പോഴും ആളെ കത്തുന്നു. കരിപ്പൂരിൽ നിന്നുള്ള എയർ ഫയർ ഫോഴ്സ് യൂണിറ്റ്, എയർഫോഴ്സിൻ്റെ ഫയർ യൂണിറ്റ്, അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിരിക്കണം. അതുകൊണ്ട് കുറച്ചുകൂടി എഫക്റ്റീവായി ഫയർ ഫൈറ്റിംഗ് സാധ്യമാകും എന്ന് വേണം കരുതാൻ. കൂടുതൽ ഫയർഫോഴ്സുകൾ 6 അല്ല, ഒരു പക്ഷേ 16 or 20 ഫയർ എഞ്ചിനുകൾ വന്നാൽ പോലും അത് അധികമാവില്ല എന്ന് തോന്നുന്നു ഈ വലിയ തീക്ക് മുന്നിൽ. അജി കുഞ്ഞുമോൻ തുടരുന്നു. അജി, മേയർ തന്നെ പറയുന്നത് തീ നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നാണ്, കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നില്ല എന്നെങ്കിലും ഉറപ്പിക്കണം. അജി, ഹഷ്മി, മേയർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇത് പടരുന്നുണ്ട്. അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത. കാരണം അത് നമുക്കിവിടെ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നത് കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് തീ അണയ്ക്കാൻ ശ്രമം നടത്തുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്ന് അത് തീ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഒരേപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, 4 ഫയർ യൂണിറ്റുകൾ ഒരുമിച്ച് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. പക്ഷേ കരിപ്പൂരിൽ നിന്നും എയർഫോഴ്സിൻ്റെ പ്രത്യേക സംവിധാനമുള്ള ഫയർഫോഴ്സും കൂടെ ആ യൂണിറ്റും കൂടെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കത് കഴിഞ്ഞ തവണ തീപിടുത്തം ഉണ്ടായപ്പോൾ, അതായത് പുതിയ സ്റ്റാൻഡിൽ നമ്മൾ കണ്ടതാണ്, വസ്ത്ര സ്ഥാപനത്തിന് തീ പിടിച്ചപ്പോൾ അന്ന് ആ യൂണിറ്റ് വളരെ വേഗം എത്തുകയും അത് അനായാസം പെട്ടെന്ന് തന്നെ അത് തീ അണയ്ക്കാൻ ആ യൂണിറ്റിനെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ആധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ആ യൂണിറ്റിനുണ്ട്. അപ്പോൾ ആ യൂണിറ്റും കൂടെ എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാരണം നമുക്കിപ്പോൾ ഇവിടെ നിന്നും ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് 4 ഫയർ യൂണിറ്റുകൾ ഒരേപോലെ നിന്ന് തീ അണയ്ക്കുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ആ ഫോഴ്സിനനുസരിച്ചുകൊണ്ട് തീ കെടുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.